റീസെൻ്റ്ലി ഞാനൊരു കോഴ്സ് ജോയിൻ ചെയ്തു. 1000 രൂപേൻ്റെ കോഴ്സായിരുന്നു. ഇത് അഡ്മിഷൻ എടുക്കുന്ന നേരത്ത് പറഞ്ഞു ഒരു തേങ്ങയും മാങ്ങയും ചക്കയും അതിന് ശേഷം നമ്മൾ കണ്ടില്ല. ഇനി പോട്ടെ 1000 രൂപയിലെ സാരില്ല വെച്ചിട്ട് തിരിച്ചു വരണ നേരത്താണ് അത്രയും നമ്പർ ഓഫ് ആളുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതേ ഇൻറ്റു ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മണിയാണ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ചില സ്ഥാപനങ്ങൾ ഇങ്ങനെയുണ്ട്, ഈവൻ ചില ആളുകൾ ഇങ്ങനെയുണ്ട്. അവർ വന്ന് 200, 300 ആയിട്ടും നമ്മളോട് ചോദിക്കും. നമ്മളപ്പോൾ 200 അല്ലേ എന്ന് വിചാരിച്ച് നിവർത്തി ഉള്ളത് കൊണ്ടോ ഇല്ലാത്ത കൊണ്ടോ നാണക്കേട് കൊണ്ടോ ഈ പൈസ കൊടുക്കും. അവരിതൊരു ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അതാണ്, അവരതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ തന്നെ 4 പേർക്ക് അയ്യോ പാവം പറഞ്ഞ് എമൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഫിനാൻഷ്യൽ പരിപാടികളിൽ വരും. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈസ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക, കൊടുക്കേണ്ട പോലെ കൊടുക്കുക, കൊടുക്കേണ്ട എമൗണ്ടിൽ കൊടുക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ചാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈവൻ എന്താ പറയുക, അത് കടം കൊടുക്കണത് കൊടുക്കൽ വാങ്ങൽ എപ്പോഴും നല്ലതാണ്. റോൾ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടിക്ക് പോകാതിരിക്കുക. ഈവൻ ചാരിറ്റി നമുക്ക് എപ്പോഴും ചാരിറ്റി നിൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഫണ്ടായിരിക്കും വരിക. ഫണ്ട് മാത്രമല്ല, ഈവൻ നിങ്ങൾ ഒരു കൊച്ചുകുട്ടി അതിനെ സംബന്ധിച്ച് ഒരു പൊതു ചോറ് കൊടുക്കണത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഉതകുന്ന രീതിയിൽ എന്തും നമുക്ക് കൊടുക്കാം, അതും ഒരു ചാരിറ്റി ആണ്.